അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്തയാളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം നല്ലൊരു അഡ്വക്കറ്റ് കൂടിയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കായ്മയൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. നിങ്ങൾ നിയമം പാസ്സായി കഴിഞ്ഞു രാജ്യത്ത്. ആ നിയമത്തെ ചോദ്യം ചെയ്യാവുന്നത് കോടതി വഴിയാണ്. ആ മാർഗം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. നമ്മുടെ മുന്നിൽ വന്ന പ്രശ്നം ആ ഘട്ടത്തിൽ പുനഃസംഘടന വേണം. കാരണം പഴയ ബോർഡിന്റെ കാലാവധി അവസാനിച്ചു. ഇപ്പോൾ ഫെബ്രുവരിയിൽ പുതിയ ബോർഡ് വരണം. ആ പുതിയ ബോർഡ് തീരുമാനിക്കുമ്പോൾ 2 അമുസ്ലിങ്ങൾ ആ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുകയല്ല ചെയ്തത്. ആ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന നിയമ ഭേദഗതി നമ്മൾ അംഗീകരിക്കുന്നില്ല. ആ നിലപാടിന്റെ ഭാഗമായി 2 സീറ്റ് ഒഴിവാക്കിയിടുന്നു. ബാക്കി ഉള്ളവരെ നിയമിക്കുന്നു. അത് നിയമപരമായി നിലനിൽക്കുന്ന കാര്യമാണ്. കാരണം ബോർഡിന്റെ കോറത്തിന് പ്രശ്നമില്ല. ഇതില് ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി കോടതി തന്നെ അംഗീകരിച്ചിട്ടുണ്ട് ചിലയിടത്ത്. അപ്പോൾ നമുക്കതിന്റെ പ്രശ്നമില്ല. നമുക്ക് ആ ബോർഡ് തുറന്നു പോവുകയാണ്. മറ്റത് നിയമ ഭേദഗതിയുടെ ഭാഗമായിട്ടുള്ള നിയമപരമായ ചോദ്യം ചെയ്യൽ, അതിന്റെ ഭാഗമായുള്ള കോടതിയുടെ പരിശോധന, അതിനുള്ള തീരുമാനം, ആ തീരുമാനം വരാൻ വേണ്ടി കാത്തു നിൽക്കണ്ടേ? അതിന് കാത്തു നിൽക്കാതെ ആ ഭാഗം നമ്മൾ വിട്ടുകളയാൻ പാടില്ലല്ലോ. ആ ഭാഗം നമ്മൾ ഗൗരവമായി തുറന്നു പോകണമല്ലോ. കോടതിയിലുള്ള പോരാട്ടം ശക്തമായി നടത്തണമല്ലോ. ഇവിടെ UDFും LDFും തമ്മിലുള്ള വ്യത്യാസം അതാണ്. 2 സീറ്റ് ഒഴിച്ചു വെച്ചു, എന്നിട്ട് കോടതിയിൽ പോയി നിയമപോരാട്ടം നടത്തുന്നു. അതിന്റെ ഭാഗമായി നമുക്ക് ശുഭപ്രതീക്ഷയാണ് അത് നേടാൻ കഴിയുമെന്നുള്ളത്. എന്നാൽ UDF എന്താ ചെയ്തത്? ആ 2 സീറ്റും കൂടി ഞങ്ങൾ നികത്തിക്കൊള്ളാം, ആ മുസ്ലിങ്ങളെ കൂടി ഉൾക്കൊള്ളാം എന്ന് അങ്ങോട്ട് പോയി സമ്മതിക്കല്ലേ? ഇവിടെ കോടതിയിൽ, സുപ്രീം കോടതിയുടെ മുന്നിൽ കേസ് നിലനിൽക്കുകയല്ലേ? അതിനെയടക്കം ദുർബലപ്പെടുന്ന സമീപനമല്ലേ സ്വീകരിച്ചത്? അതാണ് നാം കാണേണ്ടത്. ഈ വിഷയത്തില് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും പറയുന്ന അതേ വാദമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനകളായ സംസ്ഥാന APK വിഭാഗങ്ങളൊക്കെ എടുക്കുന്നത്. ഇത് പറയുന്ന പ്രതിപക്ഷ നേതാവ് വർഗീയ പട്ടം തരികയാണെങ്കിൽ അവർക്കൊക്കെ നാളെ മുഖ്യമന്ത്രി ഇത് കൊടുക്കേണ്ടി വരും. അതാണ് ഞാൻ ചോദിച്ചത്. ഇത് പറയുന്നവരെല്ലാം വർഗീയവാദികളാകുമോ? അങ്ങനെ പറയുമോ എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വ്യക്തമായി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അതൊരു പ്രസക്തമായ ചോദ്യമാണ്. എങ്ങനെ? എന്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് ഈ 2 പേരെ ഉൾപ്പെടുത്തണം നിർബന്ധം? 2 പേരെ ഉൾപ്പെടുത്താതെ വെച്ചാൽ തന്നെ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ നീങ്ങുമല്ലോ. ബോർഡിന്റെ സാധാരണ ആൾക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താലോ, അതിന് പ്രശ്നമില്ലല്ലോ. അപ്പോൾ നിയമപരമായ പോരാട്ടം നമുക്ക് അതിന്റെ കൂടെ നടത്താലോ. 2024 ഫെബ്രുവരി 14 തുടങ്ങിയ ഉത്തരവില് വിജ്ഞാപനത്തില് ശേഷിക്കുന്ന 2 പേരെ ഇവിടെ നിയമിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, അതുകൊണ്ടെന്താ? നിയമിച്ചോ? ബോർഡിന്റെ പ്രവർത്തനം നടക്കുകയല്ലേ. 2 പേരെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിലുള്ള സമീപനം എന്ത്? അതല്ലേ സുപ്രീം കോടതിയിൽ പോയത്. ആ സമീപനം എന്താ കാണാതിരിക്കുന്നത്? അതിന്റെ പോരാട്ടം നടക്കുകയല്ലേ, നിയമപര പോരാട്ടം നടക്കുകയല്ലേ. അതല്ലേ അതിന്റെ ഭാഗം. മുസ്ലിം ലീഗിന്റെ നേതാവായ PK കുഞ്ഞാലിക്കുട്ടി അടക്കം ഈ സർക്കാർ നിലപാട് നോക്കുന്നതൊക്കെയാണ്. ഈ ലീഗ് ഈ മുസ്ലിം ജനസാമാന്യത്തിൽ താല്പര്യം അപേക്ഷിക്കുന്നവര് എടുക്കുന്ന സമീപനം അത് ശരിയാണ്. മുസ്ലിം ലീഗ് ഇതിനകത്ത് വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് ഒരു കാലത്തും സ്വീകരിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. ഇത് ഒരു മന്ത്രിസ്ഥാനമോ ഗവൺമെന്റിലെ സ്ഥാനമോ പ്രധാനമായി കണ്ടുകൊണ്ടുള്ള നിലപാടല്ല ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഇതിൽ വരുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെ ചോദ്യം ചെയ്തതിന് ഇവർക്കെന്താ വിഷമം? നേരത്തെ ഇവർ ചോദ്യം ചെയ്തതാണല്ലോ. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയല്ലേ വേണ്ടത്. മാറിപ്പോയിരിക്കുകയാണ്. അത് കാണിക്കുന്നത് വഞ്ചനാപരമായ സമീപനം തന്നെയാണ്. ഈ സർക്കാരിൽ ഇരുന്ന് മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ട 2 പേരെ നിയമിക്കാൻ സർക്കാരിന്റെ കൂടെ ഭാഗമായി ലീഗ് തീരുമാനിക്കുകയും അതിനൊപ്പം തന്നെ ഇവരെ നിയമിക്കരുത് എന്ന് പറഞ്ഞ സുപ്രീം കോടതി ഹർജിയും കൊടുത്തിരിക്കുന്ന ഒരു ഇരട്ടത്താപ്പ് കൂടി ഇതിനകത്തില്ല ലീഗിന്റെ ഭാഗത്ത്. അല്ല, ഹർജി നേരത്തെ കൊടുത്തല്ലോ. ഹർജി നേരത്തെ കൊടുത്തു. ആ ഹർജി LDF സർക്കാരും കൊടുത്തു. ആ ഹർജിയുടെ കൂടെയാണ് ലീഗിന്റെ ഹർജിയും ഉണ്ടായത്. അത് ശരിയായ സമീപനം. പക്ഷെ ആ ശരിയായ സമീപനത്തിൽ നിന്ന് മാറി ഇപ്പൊ നിലപാടെടുക്കുന്നു. അത് വഞ്ചനയാണ്. അതാണ് നാം കാണേണ്ടത്. ഈ CMR കേസുമായി ബന്ധപ്പെട്ട് താങ്കൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴുള്ള ബന്ധം വെച്ചിട്ടാണ് താങ്കൾ മകൾക്ക് പണം കൊടുത്തത് എന്നുള്ളതാണ്
ഇഡിക്ക് ശൈതന്യ മൊഴി നൽകിയിരിക്കുന്നു. ആ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. അതാണ് അതിനോട് ആരാ പുറത്ത് വിട്ടിരിക്കുന്നു? ആരാ പുറത്ത് വിട്ടത്? ഈ adjudicate മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചറെ വാർത്ത വന്നത്? എല്ലാത്തിലും മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചറെ വാർത്ത വന്നത്? മാധ്യമങ്ങളിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാവൂ? രേഖയുണ്ട്. രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ. അങ്ങനൊരു വാദം, അങ്ങനൊരു മൊഴി ശശിധരൻ കറുത്ത പറയുമെന്ന് കരുതുന്നുള്ളൂ. കാരണം പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തിബന്ധം കാരണമാണ് മകളുടെ കമ്പനിക്ക് പൈസ കൊടുത്തത് എന്നൊരു മൊഴി അദ്ദേഹം പറയുമെന്ന് താങ്കൾ കരുതുന്നു. യാതൊരു സാമ്പത്തിക സഹായം ചെയ്തിട്ടില്ല എന്നുള്ളതും ആ മൊഴിയിൽ. എങ്ങനെ? യാതൊരു സേവനം ചെയ്തിട്ടില്ല എന്നുള്ളതും ആ മൊഴിയിൽ പറയും. അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ എന്ന്. നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം. നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്? എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു? ആ സൃഷ്ടിക്കുന്നതിന് വല്ല ഫലവും ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇനി ഇതും കുറച്ചുനാൾ നോക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. ഞാനിപ്പം നിങ്ങളെ മുമ്പിൽ വേറെ മറ്റൊന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. അത് നല്ല ശ്രമങ്ങൾ നടത്തി നോക്ക്. ഇങ്ങനെ കുറച്ച് സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. ഡൽഹിയിലെ സ്വർണ്ണ ഐക്യദാർഢ്യമായിട്ട് കേരളത്തിൽ നടക്കുന്ന ഐക്യദാർഢ്യ സമരത്തിന് പോലീസ് കേസെടുക്കുന്നത് അത് സാധാരണ ആൾക്ക് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു പ്രക്ഷോഭം അതിൻ്റെതായ വഴിക്ക് നടക്കുമ്പോൾ വിദ്യാർത്ഥികളുടെയോ അതിൽ പങ്കെടുക്കുന്നവരുടെയോ നേരെ കേസുമായിട്ട് വരുന്ന കാര്യം ശരിയല്ല. ഒരു വേടന്റെ നേരം ഒരു കേസ് എടുത്തു എന്നുള്ളൊരു വാർത്ത കണ്ടു. അത് ശരിയായൊരു സമീപനമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിലായിരിക്കുകയാണ്. ഇതില് ഞങ്ങൾ നേരത്തെ എടുത്ത നിലപാടുണ്ട്. ആ നിലപാട് വ്യക്തമാണ്. കാരണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SIT ആണ് അന്വേഷണം നടന്നത്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITയുടെ അന്വേഷണത്തിന് എല്ലാ പിന്തുണയുമായിരുന്നു LDF സർക്കാർ നൽകിയിരുന്നത്. UDF സർക്കാർ വന്നതിന് ശേഷം അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഇതാണ് നടന്നു വരുന്ന സമ്പ്രദായം. അത് കൂടുതൽ വിശദമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ പറയാൻ കഴിയൂ. നേരത്തെ ഞങ്ങൾ സ്വീകരിച്ച സമീപനം ഇത്തരം നടപടികൾ SITയുടെ ഭാഗത്തുണ്ടായാൽ അതിന് പിന്തുണ നൽകുക എന്നുള്ളത് തന്നെയാണ്. അത് ആ സമീപനത്തിൽ ഇപ്പൊ മാറ്റം വരുത്തിയിട്ടില്ല. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഈ അന്വേഷണത്തിൽ ഇപ്പോൾ നടക്കുന്നു എന്ന് സംശയം? അതെ, ആ സംശയം എനിക്കിപ്പോ പറയാൻ കഴിയില്ല. കാരണം പ്രശാന്ത് ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കണം. കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ. ഏതായാലും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SIT ആണ് അന്വേഷിക്കുന്നത്. അത് അതേ നിലക്ക് തന്നെയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റു തരത്തിലുള്ള നടപടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ വസ്തുക്കൾ വരുമ്പോൾ പറയാം അത്തരം കാര്യങ്ങളെ പറ്റി. ഇപ്പൊ അത് പറയാൻ പറ്റുന്നില്ല. LDFന്റെ കാലത്തെ മൂന്നാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതിയേറ്റപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പൊ അതൊരു അനസാധാരണമായ സാഹചര്യമല്ലേ? അപ്പോൾ അതൊരു നിലപാട് സ്വീകരിക്കേണ്ട വിഷയമില്ലല്ലോ. അതിലല്ലേ നിലപാട് പറയുന്നത്. നിലപാടല്ലേ ഞങ്ങൾ പറഞ്ഞു. SITയുടെ ഭാഗമായി നടക്കുന്ന, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITയുടെ ഭാഗമായി നടക്കുന്ന നടപടികളെ ചോദ്യം ചെയ്യുന്ന നിലപാടല്ല ഞങ്ങൾ എടുത്തിരുന്നത്. അതിനെ അംഗീകരിക്കുന്ന നിലപാടാണ് എടുത്തത്. അത് ഞങ്ങൾ വ്യക്തമാക്കിയ കാര്യമല്ലേ. നമ്മൾ തുടക്കം മുതൽ പാർട്ടിയും അംഗീകരിച്ചത് അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണ്. ഇപ്പം അങ്ങയോടുള്ള ബന്ധത്തിന്റെ കാരണം പണം കൊടുത്ത് കർത്തവായിപ്പോൾ അത് അങ്ങേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നിങ്ങളത് വ്യക്തമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നാണല്ലോ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും. അത് വരട്ടെ എന്നെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു. ഈ എക്സാലോജിക്ക് അല്ലാതെ ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനി താങ്കളുടെ മകൾക്ക് കമല ഇന്റർനാഷണൽ വിട്ടോ? അല്ല, അങ്ങനെ കമ്പനി ഉണ്ടോ? അല്ല, കമല ഇന്റർനാഷണൽ വിട്ടോ? ഇങ്ങനെ കമ്പനി ഉണ്ടോ? കമല ഇന്റർനാഷണൽ വിട്ടോ എന്ന് ഈ താങ്കളുടെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എംമാൻമാർ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോൾ MRH കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. MRH കുമാർ ആ സമയത്ത് താങ്കളുടെ ഗൺമാന്മാർക്ക് വേണ്ടി കേസ് ഒതുക്കി തീർത്തു എന്നാണ് SIT കണ്ടത്. ആ കാര്യത്തില് സാധാരണ നില വിട്ടുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ട്. എന്റെ ഒരു മുഖ്യമന്ത്രി എന്ന പരിചയത്തിൽ പറഞ്ഞാൽ സാധാരണ നില വിട്ടിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ അതിൽ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കുന്നില്ല. പിന്നെ വേണമെങ്കിൽ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ നില വിട്ടുള്ള ചില നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട്.
ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പരസ്യമായി പറയുന്നില്ല. വേണമെങ്കിൽ നമുക്ക് പിന്നീട് പറയാം, കുറച്ച് നാൾ കഴിഞ്ഞിട്ട്. ആ നടപടി അങ്ങ് ശരിവെക്കുന്നോ അതോ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കാണുന്ന ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ്. പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് എങ്ങനെ? അജിത് കുമാറിന്റെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട് എന്നല്ല, ഗവൺമെന്റ് നിശ്ചയിച്ച നടപടികളുടെ ഭാഗത്ത് ചില പ്രശ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇന്ന് ചിലരെല്ലാം വലിയ താല്പര്യത്തോടെ അതിനെ പിന്താങ്ങാൻ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. ആ നിലയല്ല എനിക്ക് ആ കാര്യത്തിലുള്ളത്. ഈ തുടർച്ചയായി ചില കേസുകൾ അന്നത്തെ സർക്കാരിന്റെ കാലത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം ഇങ്ങനെ രൂപീകൃതമായി കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഓരോന്ന് വരുമ്പോഴല്ലേ നോക്കേണ്ടത് എങ്ങനെയാണ്, എന്താണ് ചെയ്യാൻ നമുക്ക് എന്നിട്ട് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? ശരി.